ഇറാന്റെ മുന്നിൽ നാണം കെട്ട് കീഴടങ്ങിയിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയോന്റെ റിപ്പോർട്ട് പ്രകാരം 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ കരാറിലേക്കും അതേപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള ചർച്ചകളിലേക്കും പോവുകയാണെന്നാ പറയുന്നത്. ഈ 60 ദിവസത്തേക്ക് ഇറാന് നേരെ ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം, ഇറാന്റെ കപ്പലുകൾക്കും ഇറാന്റെ തുറമുഖങ്ങൾക്കും നേരെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം പിൻവലിക്കുകയും ഇറാന്റെ എണ്ണ ലോകത്ത് യഥേഷ്ടം വിൽക്കാനും സാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ചോദ്യം എന്താണെന്നറിയോ? പിന്നെ എന്ത് തേങ്ങയ്ക്കാ ഇവര് യുദ്ധം ചെയ്തേ? എന്താണ് കിട്ടിയേ യുദ്ധത്തിലൂടെ? ചർച്ചയിലൂടെ എന്താ നേടിയെടുത്തേ? ഒരു പിണ്ണാക്കും നേടിയെടുത്തിട്ടില്ല. നാണം കെട്ട് ഇറാന്റെ മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നു അമേരിക്കക്ക് എന്നുള്ളതാണ്. ഈ ലെബനോനില് വെടിനിർത്തൽ വന്ന സമയത്ത് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഹോർമൂസ് തുറന്നു, ഹോർമൂസിലൂടെ ഇനി കപ്പലുകൾക്ക് യാത്ര ചെയ്യാം എന്നുള്ള കാര്യം. അപ്പോ അമേരിക്ക പറഞ്ഞത്, ട്രംപ് പറഞ്ഞത്, ഓക്കെ ചെയ്തതൊക്കെ നല്ല കാര്യം, പക്ഷെ ഇറാനെതിരെയുള്ള ഈ പറയുന്ന നാവിക ഉപരോധം നിലനിൽക്കും എന്നുള്ളതാണ്. അന്ന് ട്രംപും ടീമും കൂടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവര് വിചാരിച്ച ഒരു സാധനം, ഇറാന്റെ ഈ പറയുന്ന എന്താ പറയാ പോർട്ടുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാല് ഇറാന് ലോകത്തിൽ എണ്ണ വിൽക്കാൻ പറ്റത്തില്ല, ഇറാന്റെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി അടിഞ്ഞില്ലാണ്ടാവും. അതേപോലെ തന്നെ എണ്ണ ഉൽപാദനം നിർത്തിവെച്ച് കഴിഞ്ഞാല് ഇറാന്റെ ഗാർഗ് ദ്വീപിലുള്ള എണ്ണ കിണറുകൾക്ക് കേടുപാട് പറ്റുകയും അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് അത് ഒരിക്കലും ഇറാൻ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വഴിയിലോട്ട് ഇറാനെ കൊണ്ടുവരാൻ പറ്റും, സമ്മർദ്ദത്തിലൂടെ ഇറാനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഉപരോധത്തിലൂടെ, ഈ നാവിക ഉപരോധത്തിലൂടെ ട്രംപും ടീമും കരുതിയത്. അത് ട്രംപ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടുകളും ഈ പ്ലാനിങ്ങും എല്ലാം തകർന്ന് തരിപ്പണമായി പോവുകയും അവസാനം നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയില് കാലിന്റെ ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയാണെന്ന് തിരിച്ചറിയുന്ന ട്രംപ് ഇറാനുമായിട്ട് 60 ദിവസത്തെ കരാറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇറാൻ ഇനി ഇറാന്റെ പഴയ ഷിപ്പുകളിലും ഇറാൻ പല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇറാന്റെ ക്രൂഡ് ഓയില് 60 ദിവസത്തിന്റെ ഉള്ളിൽ മുഴുവനായും ഇറാന് വിറ്റഴിക്കാനും ആ ഓയിൽ എല്ലാം തന്നെ ചൈനയിലേക്ക് എത്തിക്കാനും ഇറാന് സാധിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, 60 ദിവസത്തെ ഈ വെടിനിർത്തലിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ, യുറേനിയം സമ്പുഷ്ടീകരണത്തിനെ കുറിച്ചോ റെജീം ചേഞ്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽ നിർമ്മാണത്തിനെ കുറിച്ചോ ഒന്നുള്ള ചർച്ചകൾ ഇതിന്റെ ഭാഗമല്ല. ഈ 60 ദിവസത്തേക്കുള്ള ഈ പറയുന്ന വെടിനിർത്തൽ നിലവിൽ വരുമ്പോ മാത്രമേ അതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവുകയുള്ളൂ എന്നും കൂടെ കാണണം. അപ്പോ ഇങ്ങനെ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഈ 8 മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകം കണ്ടിരിക്കുന്നു. ഇറാന്റെ പട്ടണങ്ങൾക്ക് മേലെ തീമഴ പെയ്തിരിക്കും. എന്തൊക്കെയെന്ന് KGF യാഷിർ ഡയലോഗ് അടിക്കുന്ന പോലെയൊന്നും അണ്ണൻ ഇരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നേ. എല്ലാം തകർന്ന് പാളീസായി പോയി. ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടു എന്നുള്ളത് മാത്രമല്ല, ആ റീജിയണിലെ സൂപ്പർ പവർ ആയിട്ട്, ഉള്ള ഒരു പവർ ആയിട്ട് ഇറാൻ മാറി വരികയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നുമില്ലാണ്ടിരുന്ന വട്ടപൂജ്യമായിരുന്ന ഇറാന് ലോകത്തിന്റെ മുന്നിൽ ഒരു വില ഉണ്ടാക്കി കൊടുക്കുകയും ലോകത്തിന്റെ മുന്നിൽ ആ റീജിയനിൽ ഒരു പവർ ആയിട്ട് ഇറാന് മാറ്റുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അമേരിക്ക എന്നുള്ളതാണ് ചെയ്തത്. സകല കാര്യങ്ങളും പാളിപ്പോയി എന്നുള്ളതാണ്. എന്താ കാരണം? ഈ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പകുതി വെന്ത ഫുഡും കൊണ്ട് അല്ലെങ്കിൽ പകുതി വെന്ത ഐഡിയയും കൊണ്ടാണ് നെതന്യാഹു അണ്ണനെ കാണാൻ പോയത്. എന്നിട്ട് നമുക്ക് കയറി അങ്ങ് അടിച്ചെല്ലാം സൂപ്പറാക്കി നമുക്ക് റെജീം ചേഞ്ച് നടത്തി നമുക്ക് ഇഷ്ടമുള്ള ഒരു പാവനെ അവിടെ കൊണ്ടുവന്ന് ഭരണം ഏൽപ്പിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാന്നുള്ള ഐഡിയയും കൊണ്ട് ചെന്നിട്ടേ മൊത്തത്തിൽ തല ഇട്ടതേ ഓർമ്മയുള്ളൂ. പിന്നെ ഊരാൻ പറ്റുന്നില്ല, കുടുങ്ങിപ്പോയി. മാത്രമല്ല, എങ്ങനെങ്കിലും അവിടുന്ന് പോരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുന്ന ഒരു വിക്ടറി ഇല്ലാത്ത അവസ്ഥയിലേക്കും കൂടെ കാര്യങ്ങൾ മാറിപ്പോയി എന്നുള്ളതാണ്. ഇനി ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും അമേരിക്ക കരാറിലേക്ക് എത്തി. ഇപ്പൊ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുകയും അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടായി എന്നിരുന്നാൽ കൂടെ വലിയ വാറിലോട്ട് അത് പോയില്ല. പക്ഷേ അമേരിക്കനെ ഇവിടെ ഈ കാര്യത്തിൽ വിശ്വസിക്കാമെങ്കിലും ഒരു കാര്യത്തിലും കുടിക്കണ വെള്ളം
സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ടീം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് നെതന്യാഹും ടീമുമാണ്. ലോകത്തിൽ എല്ലാ കരാറും ഇവരുമായിട്ട് വെച്ചിട്ടുള്ള സകല കരാറുകളും ലംഘിച്ചിട്ടുള്ള ചരിത്രം മാത്രമേ ഇസ്രായേലിനുള്ളൂ എന്നുള്ളതാണ്. ഗസയിലാണെന്നുണ്ടെങ്കിൽ ലെബനോനിലാണെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ കരാറ് നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ലെബനോനിൽ നിന്നുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡെയിലി അറ്റാക്കും അതേപോലെ തന്നെ ഈ പറയുന്ന ഡയഫർ ടീമിന്റെ മൂട്ടിൽ പോയിട്ട് ഡ്രോൺ പൊട്ടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വീഡിയോസ് എല്ലാം അവിടുന്ന് പുറത്തു വരുന്നുണ്ട്. ഇവരിനി ഇതിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ പെരുന്നാളൊക്കെ വരാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ, ഹജ്ജിന്റെ സാഹചര്യത്തിൽ ഒരു എസ്കലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഇറാന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പറയുന്ന പെരുന്നാളിന്റെ സമയമായതുകൊണ്ട് തന്നെ ഇറാന് റിട്ടാലിയേഷൻ പ്രശ്നമായിരിക്കും. കാരണം ബ്രദർഹുഡിന് നേരെയുള്ള അറ്റാക്ക് ആയിട്ട് അത് കണക്കാക്കും. കാരണം ഈ പെരുന്നാൾ സമയത്ത് ആളുകൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇറാൻ ഈ പറയുന്ന US-ന്റെ അലൈസിന് നേരെയൊക്കെ ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ, എസ്പെഷ്യലി UAE-ക്ക് നേരെയൊക്കെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാല് അത് മുസ്ലിം ബ്രദർഹുഡിന് നേരെയുള്ള ഒരു അറ്റാക്ക് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇറാൻ അവിടെ ട്രാപ്പാവും. ആ സമയത്ത് കയറിയിട്ട് ഇവന്മാര് ചെന്ന് അടിക്കുമോ അല്ലെങ്കിൽ അവിടെ ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഇപ്പത്തെ പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരുന്നത്. അപ്പോ എന്ത് കാര്യത്തിന് ഇറാനിലോട്ട് ചെന്നു, എന്ത് കാര്യത്തിന് ഇറാന്റെ പോർട്ടുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി, എന്തിന് ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി, എന്തിന് ഇറാന്റെ കപ്പലുകള് എണ്ണയുമായിട്ട് ഹോർമൂസ് കടക്കാൻ ശ്രമിച്ചപ്പോ എന്തിന് ആ കപ്പലുകളെ പിടിച്ചെടുത്തു, ഈ കാര്യങ്ങൾക്കൊന്നും ഒരു തീർപ്പില്ല, ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ആൻസർ ഇല്ല. അങ്ങനത്തെ ഒരു വെടിനിർത്തൽ കരാറിലോട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 60% ആളുകള്, അമേരിക്കയിലെ 60% ആളുകൾ ട്രംപിനെ വെറുക്കുന്നു എന്നാ പറയുന്നത്. ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഈ പറയുന്ന ഈ ലോകത്തിലെ ഈ എണ്ണയും അതേപോലെ തന്നെ ഗ്യാസും ഒഴുകിപ്പോകുന്ന 20% ഗ്യാസും എണ്ണയും ഒഴുകിപ്പോകുന്ന ഈ ഹോർമൂസ് അടച്ചതോടുകൂടെ ഈ ക്രൂഡ് ഓയിലിന്റെ വില കൂടുകയും അതേപോലെ തന്നെ അമേരിക്കയിൽ അടക്കം അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. സാധനങ്ങൾക്ക് വില കൂടി, ഇൻഫ്ലേഷൻ സംഭവിച്ചു. ആളുകളുടെ അടുക്കളയിലേക്ക് ഈ പ്രശ്നങ്ങൾ ചെന്ന് കയറി മണ്ടൻ തീരുമാനം കൊണ്ടുവന്നുള്ളതാണ്. ഇനിയും ഇത് വെച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ജനപ്രീതി ഇടിഞ്ഞു പോകും. അതേപോലെ തന്നെ മിഡ് ടേം ഇലക്ഷനിൽ തോറ്റ് തുന്നം പാടി വീട്ടിലിരിക്കേണ്ട അവസ്ഥയും വരും എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന വെടിനിർത്തൽ കരാറിലേക്കും സമാധാനത്തിലേക്കൊക്കെ വരുന്നു എന്ന് പറയുമ്പോ തന്നെ യുറേനിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല, ഇറാന്റെ മിസൈലുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല, ഇറാന് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധവും അതേപോലെ തന്നെ ഇറാന്റെ എണ്ണയ്ക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിൽ ഒന്നും ഒരു കാര്യത്തിന്റെ തീരുമാനമായിട്ടില്ല. പിന്നെ എന്തിന് ഈ ഉപരോധം ഏർപ്പെടുത്തി, എന്തിന് ഈ അറ്റാക്ക് നടത്തി, എന്തിന് ഈ യുദ്ധം നടത്തി എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്നുള്ളതാണ്.